ഏറ്റവും സ്നേഹമുള്ളവരെ, നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രതീക്ഷയോടും പ്രത്യാശയോടും ജീവിതത്തിൻ്റെ പൂർണ്ണമായ സംതൃപ്തിയോടും കൂടി ഒരു വർഷത്തെ എല്ലാ അനുഭവങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞ് കൂടുതൽ നന്മയും സ്നേഹവും കരുതലും ലഭിക്കുന്ന, ദൈവത്തോട് അല്പം കൂടി അടുത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു പുതിയ വത്സരത്തിനായി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അതിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തോടും പൂർണ്ണമായ ദൈവനടത്തിപ്പിൻ്റെ പിൻബലത്തോടും കൂടെ അനുഗ്രഹീതമായ ഒരു പുതുവർഷം നിങ്ങൾക്ക് നേരുന്നു. 2017 എന്ന നമ്മുടെ ജീവിതത്തിലെ പുതിയ ഒരു കാലഘട്ടം അതേറ്റം അനുഗ്രഹീതമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ പുതിയ വർഷത്തെ എങ്ങനെ നോക്കിക്കാണണം? പുതിയ വർഷത്തിൻ്റെ സാഹചര്യങ്ങളെ എങ്ങനെ നാം സ്വീകരിക്കണം? പുതിയ വർഷത്തിൻ്റെ പ്രത്യേകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉറപ്പ് ലഭിക്കാൻ, പ്രത്യാശയിൽ സ്ഥിരീകരിക്കാൻ, ദൈവത്തോടുള്ള എൻ്റെ ബന്ധം ഒട്ടും കുറഞ്ഞു പോകാതെ കൂടുതൽ വളരുവാൻ, എൻ്റെ സഹജീവികളുമായുള്ള ബന്ധത്തിൽ എനിക്ക് പതർച്ച ഉണ്ടാകാതിരിപ്പാൻ, അതിൽ പൂർണ്ണമായ തൃപ്തി കൈവരുവാൻ, ക്ലേശങ്ങൾ വന്നാൽ അതിനെ അതിജീവിക്കാൻ എങ്ങനെ എനിക്ക് കഴിയും? ഈ ചിന്തകളും വിഷയങ്ങളും പ്രാർത്ഥനാപൂർവം അല്പനിമിഷം ദൈവവചനത്തിൻ്റെ പിൻബലത്തിൽ ആലോചിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട്, നമ്മുടെ ജീവിതം അത് നമ്മിൽ തന്നെ പൂർണ്ണമായി നിക്ഷിപ്തമല്ല. അത് ദൈവം കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുക. നമ്മുടെ കഴിവുകൾ, നമ്മുടെ സിദ്ധികൾ, നമ്മുടെ സാധ്യതകൾ എല്ലാം നമുക്കറിയാം. നമ്മേക്കാൾ കൂടുതൽ ദൈവത്തിനറിയാം. അവിടുത്തെ ആത്മാവ് നമ്മിലുണ്ട്. അവിടുത്തെ ജീവനാണ് നമ്മുടെ ജീവൻ്റെ ഹേതു. നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. എന്നുവെച്ചാൽ നാം അവിടുത്തെ കൃപയിൽ, അവിടുത്തെ സ്വഭാവത്തിൽ, അവിടുത്തെ മഹത്വത്തിൽ പങ്കുകാരാണ്. ഈ പങ്കുകാരായ നാം എങ്ങനെയാണ് പുതിയ വർഷത്തെ കാണുക? ഒരു വിശ്വാസി ജീവിതത്തിൻ്റെ പ്രത്യേകമായ കാലഘട്ടത്തെ അപഗ്രഥിക്കുമ്പോൾ വിശ്വാസത്തിന് ഒരു പ്രത്യേക പിൻബലം അവിടെ ഉണ്ടെന്നുള്ളത് സ്വാഭാവികമാണ്. ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ഭക്തൻ, ദൈവത്തോട് അടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ, ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ജീവിതത്തിലെ സംഭവങ്ങളെ കാണുന്നതിന് ഒരു പ്രത്യേക മാനമുണ്ട്. ഒരു പ്രത്യേകമായ മാനത്തിൽ ഇതിനെ കാണുമ്പോൾ അതിലൂടെ വെളിവാക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പദ്ധതി വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് സ്വീകരിക്കപ്പെടുക. ആ നിലയിലാണ് നമ്മൾ പുതിയ വർഷത്തെ കാണുക. ഞാൻ സംസാരിക്കുന്നത് ദൈവബന്ധം ആഗ്രഹിക്കുന്ന, ദൈവത്തോട് അടുത്ത് വരുന്നതിന് ഹൃദയപൂർവ്വം പരിശ്രമിക്കുന്ന, അതിലേറെ വളർന്നിട്ടുള്ള, ഇനിയും വളരണമേ എന്ന് അപേക്ഷിക്കുന്ന, അതിനായി കേൾവി കൊടുക്കുന്ന, കാഴ്ച കൊടുക്കുന്ന, ഹൃദയസമർപ്പണം നൽകുന്ന നിങ്ങളോടാണ്. ആയതിനാൽ തന്നെ ദൈവത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് നമ്മുടെ പുതിയ വർഷത്തിൻ്റെ ബലം. നാം കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് എന്ത് പറയുന്നു? കഴിഞ്ഞ വർഷം നമുക്ക് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ വർഷത്തെ ദിനങ്ങളിൽ ഇടപെട്ട പ്രധാന വ്യക്തി ആരാണ്? കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ച നന്മകളുടെ യഥാർത്ഥ ഉറവിടം നാം പരിശോധിക്കുന്നുണ്ടോ?
സങ്കീർത്തനത്തിൽ 107 സങ്കീർത്തനം 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഒരു വർഷം അവസാനിച്ച് നമ്മൾ പുതിയ വർഷത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ദൈവത്തോടുള്ള ബന്ധം ഒരു പുതിയ വർഷത്തിൽ ഞാൻ എൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ദൈവബന്ധം ഞാൻ വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നു. കർത്താവിന് നന്ദി പറയാൻ കടപ്പെട്ടവനാണ് ഞാൻ. കർത്താവിൻ്റെ സ്നേഹം നിലനിൽക്കുന്നതാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കുമുള്ളതാണ്. അവിടുത്തോട് നന്ദി പറയുവിൻ. സങ്കീർത്തകൻ്റെ ഈ ഓർമ്മപ്പെടുത്തൽ എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിന് എനിക്ക് ശക്തിയും എനിക്ക് കൂടുതൽ മുന്നറിയിപ്പും നൽകുകയാണ്. പുതിയ വർഷത്തിൽ എൻ്റെ ദൈവവുമായുള്ള ബന്ധം അത്രയും പ്രധാനപ്പെട്ട വിഷയമാണോ? മകനെ, മകളെ, നിന്നോട് ചോദിക്കുന്ന ചോദ്യം, നീ ആരുടെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുക? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവം സ്നേഹിക്കുന്നത് മനുഷ്യനെയാണെന്ന് നിനക്കറിയാമല്ലോ. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപ് നിന്നെ അറിയുന്നവനാണ് ദൈവം എന്ന് നിനക്ക് ബോധ്യമുണ്ടല്ലോ. അവിടുത്തെ ഉള്ളം കൈയിൽ നമ്മൾ സംരക്ഷിതരാണെന്ന് വചനം തന്നെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? ഇനി ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നീ അവസാനിച്ചു എന്ന് പറയുമ്പോഴും നിൻ്റെ ജീവിതം അവസാനിക്കുന്നില്ലല്ലോ. എന്താ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുക? ദൈവപിതാവിൻ്റെ ഭവനത്തിലെ നിൻ്റെ ഇരിപ്പിടമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി കരുതുമ്പോഴാണ് സുവിശേഷത്തിലെ ആ ചോദ്യം പ്രസക്തമാവുക. മകനെ, മകളെ, നീ ശ്രദ്ധിക്കണം, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനം? സുവിശേഷത്തിലെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാം നേടിയാലും, അങ്ങനെയല്ല, ലോകം മുഴുവൻ നീ നേടിയാലും നിൻ്റെ ആത്മാവ്, ദൈവം നിക്ഷേപിച്ച അവിടുത്തെ ആ വലിയ പങ്ക്, ആ മുദ്ര, ആ അടയാളം, ആ ജീവൻ്റെ ഭാഗം അത് നഷ്ടപ്പെടുത്തിയാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുക. എന്നെ ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഈ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഒന്നാമത്തെ കൽപ്പന പോലെ, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ നിനക്കാവില്ല. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കാൻ നീ ഒരുങ്ങിയിരിക്കുക. അപ്പോൾ ഈ ദൈവത്തോടുള്ള ബന്ധം പുതുവത്സരത്തിൻ്റെ ദിനങ്ങളെ പവിത്രമാക്കാൻ, ബലപ്പെടുത്താൻ നിന്നെ ഏറ്റവും അധികം സഹായിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് മുന്നറിയിപ്പായി, സൂചനയായി, കരുതലായി നമുക്ക് നൽകപ്പെട്ടിരിക്കും. ശ്രദ്ധിക്കണമല്ലോ, വിലമതിക്കണമല്ലോ, ഹൃദയത്തിൽ സൂക്ഷിക്കണമല്ലോ. അവിടുന്ന് കരുണയുള്ളവനാണ്. അവിടുത്തോട് നന്ദി പറയണം. എന്നും നിലനിൽക്കുന്ന കാരുണ്യമാണ് അവിടുത്തേത്. സങ്കീർത്തകൻ്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുമാറാകട്ടെ. രണ്ടാമതായി, പുതിയ വത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ചോദ്യം വരിക, മനുഷ്യരുമായി നീ എങ്ങനെ ബന്ധപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു? നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്ന കൽപ്പനയും നിൻ്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ
സ്നേഹിക്കുക എന്ന കൽപ്പനയും പരമപ്രധാനമാണെന്നും കൽപ്പനകളുടെ സംഗ്രഹമാണെന്നും കർത്താവ് തന്നെ പ്രബോധിപ്പിക്കുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ചോദ്യം, നിൻ്റെ സഹോദരനെ, നിൻ്റെ സഹോദരിയെ നീ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു? വയലിൽ നിന്ന് ആ നിർമ്മലമായ രക്തം സ്വർഗത്തിലേക്ക് ഉയർത്തിവിടുന്ന ചോദ്യം. കായനോട് ചോദ്യം തിരികെ വരുന്നു, എവിടെ നിൻ്റെ സഹോദരൻ? കായൻ ദൈവത്തോട് ചോദിക്കുന്നു, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? കായൻ്റെയും ഹാബേലിൻ്റെയും ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ, നീ കാവൽക്കാരൻ മാത്രമല്ല, നീ നിൻ്റെ സഹോദരൻ്റെ സംരക്ഷകനുമായിരിക്കാൻ കടപ്പെട്ടവനാണ് എന്ന ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ദൈവം അത്ര ശക്തമായി ചോദിക്കാനുള്ള കാരണം എന്താണ് പ്രിയമുള്ളവരെ? കാരണം എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിക്കും എനിക്കും നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവ് ഒരേ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അതേ ദൈവപിതാവാണ് ഈ സഹോദരനെയും സഹോദരിയെയും എന്നെയും അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുക എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ഈ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, മനുഷ്യരോടുള്ള ബന്ധത്തിൽ വളരെ മനോഹരമായ ഒരു സുവിശേഷ പ്രബോധനം നമ്മുടെ പുതിയ വത്സരത്തിൻ്റെ എന്നല്ല, നമ്മുടെ ആയുഷ്കാലമുള്ള ജീവിതക്രമത്തിൻ്റെ നിർമ്മല പാതയെ അത് സ്ഥിരീകരിക്കും എന്ന് ഞാൻ കരുതുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യമാണ്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുവീൻ. ഇതിനേക്കാൾ നമ്മുടെ മനുഷ്യബന്ധം, സഹോദര ബന്ധം ദൃഢമാക്കുന്നതിനും സുതാര്യമാക്കുന്നതിനും ഉപകരിക്കുന്ന ദൈവവചനം വേറെ ഏതാണ്? നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ച് വലിയ കരുതലാണ്. എനിക്ക് എന്നെക്കുറിച്ച് കരുതൽ, എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കൊരു ചെറിയ കുറ്റം വന്നാൽ പോലും ആരും അതിനെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കരുത്, എന്നെ പ്രോത്സാഹിപ്പിക്കണം, എനിക്ക് ആവശ്യമായതെല്ലാം തരണം, എൻ്റെ നന്മ മാത്രമേ ആഗ്രഹിക്കാവൂ, എന്തെല്ലാം വിചാരങ്ങളാണ് നമുക്ക് നമ്മെക്കുറിച്ചുള്ളത്. കർത്താവ് പഠിപ്പിക്കുന്നു, അത് തെറ്റല്ല. പക്ഷേ മകനെ മകളെ നീ ഓർത്തിരിക്കുക, മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ മറ്റുള്ളവരോട് പെരുമാറണം. പുതിയ വത്സരത്തിൽ പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊരു പാഠം, ഒരു കൽപ്പന, കർത്തൃവചനത്തിൻ്റെ ആധികാരികമായ പ്രബോധനമായി നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ ജീവിതകാലത്ത് കർത്താവ് അനേകരെ താങ്ങി നിർത്തിയത് ബലം കുറഞ്ഞ മനുഷ്യരെയാണ്. ബലം കുറഞ്ഞ ആളുകളെ ബലപ്പെടുത്താൻ കർത്താവ് അത്ഭുതവും അടയാളവും ശകാരവും സ്നേഹത്തിൻ്റെ അടയാളങ്ങളും കാണിച്ചില്ലേ? പുതിയ വർഷത്തിൽ നമുക്കത് പാഠമാക്കേണ്ടതുണ്ട്. ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ മനുഷ്യബന്ധത്തിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. പ്രതിബന്ധങ്ങൾ ഈ മനുഷ്യബന്ധത്തിൽ വരുമ്പോൾ നാം ക്രിസ്തീയമായി ഏത് സമീപനം എടുക്കുന്നു? ക്ഷമിക്കാനും സഹിക്കാനും അത് വിട്ടുകളയാനും സാധിക്കുന്നവർക്ക് മാത്രമേ ദൈവകരുണയെക്കുറിച്ച് അവകാശപ്പെടാനാവൂ. നാം ക്ഷമിക്കുന്നുവെന്ന് പരസ്യമായി പറയുകയും രഹസ്യത്തിൽ ക്ഷമിക്കാതെ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവത്തിന് സ്വീകാര്യമാണോ? ഞാൻ കരുതുന്നില്ല. ഏത് വിഷയവുമാകട്ടെ,
ഏത് വെല്ലുവിളിയുമാകട്ടെ ക്രിസ്തീയമല്ലാത്ത ഒരു സമീപനം ക്രിസ്ത്യാനിക്ക് എടുക്കാൻ കഴിയുമോ? ക്രിസ്ത്യാനി ചോദിക്കേണ്ടുന്ന ചോദ്യം ക്രിസ്തുവിനോടാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? പ്രിയപ്പെട്ടവരെ, പുതുവർഷത്തിൽ നമുക്കൊരു പാഠഭേദം ആവശ്യമുണ്ട് എന്ന് അനേകം സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി മനസ്സിലേക്ക് വരുന്ന ചിന്ത, ക്ലേശങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പുതിയ വർഷത്തിൽ നീ ആരെ മുറുകെ പിടിക്കും? ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഒരു സാധാരണ കുടുംബജീവിതക്കാരൻ്റെ അന്നത്തെ സാമൂഹികമായ ചുറ്റുപാടിൽ എവിടെയെല്ലാമാണ് പ്രതിസന്ധി വരാവുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ്റെ വീട്ടിൽ കൃഷി ചെയ്തിരിക്കുന്ന ഫലവൃക്ഷങ്ങളൊന്നും ഫലം തരുന്നില്ല. അവൻ്റെ കന്നാലിക്കൂട്ടിലെ കന്നാലികളെല്ലാം നശിച്ചു പോകുന്നു. ആട്ടിൻകൂട്ടം അറ്റുപോകുന്നു. തൊഴുത്തിൽ ഇനി ഒന്നും കന്നുകാലികൾ അവശേഷിച്ചിട്ടില്ല. ഇങ്ങനെയെല്ലാം സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൽ അഭയപ്പെടും, ആനന്ദിക്കും. കാരണം അവിടുന്നാണ് എൻ്റെ രക്ഷകൻ. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുന്ന ഈ ഒരു വചനം സത്യമായി നമുക്ക് അവലംബിക്കാവുന്നതാണോ? അവളുടെ ഉപജീവനത്തിന് വേണ്ടി കരുതി വച്ചിരുന്ന 2 ചെമ്പിൻ തുട്ടുകൾ വിധവയായ ആ അമ്മ ജെറുസലേം ദേവാലയത്തിൽ നിക്ഷേപിച്ച് തിരികെ പോകുമ്പോൾ യേശുവിൻ്റെ കണ്ണുകൾ ഈ അമ്മയുടെ കണ്ണുകളിൽ ഉടക്കി. അത് കാത്തുനിന്ന കാഴ്ച പോലെയായി ശിഷ്യന്മാർക്ക്. അവരോട് കർത്താവ് പറഞ്ഞു, ഈ വിധവ അവളുടെ ഉപജീവനത്തിനുള്ളതിൽ നിന്ന് പോലും നിക്ഷേപിച്ചിരിക്കുന്നു. പാവപ്പെട്ട വിധവയുടെ ചെമ്പിൻ തൊട്ടുപോലെ ഈ കുർബാനയെ കൈക്കൊള്ളണമേ എന്ന് മലങ്കര ആരാധന ഉപയോഗിക്കുന്ന സകല സഭകളും വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ വിധവയുടെ 2 ചെമ്പിൻ തുട്ടുകൾക്ക് അപ്പുറത്ത് നമ്മോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. തൻ്റെ ഉപജീവനത്തിനുള്ളതിൽ നിന്ന് നിക്ഷേപിച്ച വിധവ ഉപജീവനത്തിന് വേണ്ടി മാറ്റിവെച്ച ചെമ്പിൻ തുട്ടിനപ്പുറത്ത് ഒരു വെളിച്ചം കണ്ടതുകൊണ്ടാണ് നാം ക്രിസ്മസിൻ്റെ അനുഗ്രഹീതമായ കാലയളവിലാണ് ജീവിക്കുക. ഉയരത്തിൽ നിന്നുള്ള വലിയ പ്രകാശം അന്ധകാരത്തിലിരുന്ന് നമ്മെ സന്ദർശിച്ചിരിക്കുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതോർക്കുക. അതെ, നമ്മളുടെ സുരക്ഷയ്ക്കപ്പുറത്ത് വിധവയായ ആ അമ്മ സ്ത്രീ എന്തോ പ്രത്യാശ നൽകുന്ന മറ്റൊരു കാര്യം കണ്ടു. അതേ, ക്ലേശങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എന്ത് നമ്മൾ മുറുകെ പിടിക്കും? കർത്താവിൻ്റെ കരങ്ങളിൽ പിടിക്കും എന്ന് ഈ ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. ക്ലേശങ്ങൾ വരുമ്പോൾ തകർന്നു പോകുന്നതാണ് നിൻ്റെ ജീവിതമെങ്കിൽ നീ ആരിലാണ് പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്?
കർത്താവ് അരുളി ചെയ്തത് നീ ഓർക്കുന്നില്ലേ മകനെ മകളെ? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. തിരുഹൃദയത്തിൻ്റെ മനോഹരമായ ചിത്രത്തിൽ കർത്താവിൻ്റെ ഹൃദയം നമ്മോട് അങ്ങനെയല്ലേ സംസാരിക്കുക? യു കം ടു മീ, നീ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലെ 28-ാമത്തെ വാക്യം ഇങ്ങനെയല്ലേ പറയുക? യു കം ടു മീ, എൻ്റെ അടുത്തേക്ക് വരിക, ആശ്വസിപ്പിക്കാം. പുതിയ വർഷത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നതല്ല പ്രധാന വിഷയം. പുതിയ വിഷയത്തിൽ ക്ലേശങ്ങളുടെ മധ്യേ യേശു ക്രിസ്തുവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന നീ മകനെ മകളെ എന്ത് ചെയ്യാൻ പോകുന്നു? നിനക്ക് പരാജയമെന്ന് മറ്റുള്ളവർ പറയുന്നതായ സാഹചര്യങ്ങളുടെ ഇടയിൽ നീ എന്തിനെ മുറുകെ പിടിക്കും? നീതിമാനായ യോബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എലിസബത്ത് മറിയത്തെ കണ്ടപ്പോൾ ആനന്ദം കൊണ്ട് അമ്മയും ഉള്ളിലെ മകനുമെല്ലാം സന്തോഷിച്ച് നിൽക്കുമ്പോൾ എലിസബത്ത് പറഞ്ഞതെന്താ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്തത് സത്യമാണല്ലോ, അത് നിറവേറിയല്ലോ. അത് ഭാഗ്യവതിയായി മറിയത്തെ കണ്ടതങ്ങനെയാണ്. നമുക്ക് പുതിയ വർഷത്തിൽ എന്നല്ല, ജീവിതത്തിൽ മുഴുവനും ക്ലേശങ്ങൾ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്ന അനേകരുടെ മധ്യേ എന്നെ ശ്രവിക്കുന്ന മകനെ മകളെ, നിനക്ക് യേശുവിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുമോ? കന്യകമറിയം ദൂതൻ്റെ വാക്കിനോട് ചേർന്ന് നിന്നപ്പോൾ കാലിത്തൊഴുത്തിൽ ഈ അമ്മയാണ് ഏറ്റവും അടുത്ത് നിന്നത് പൈതലിനോട്. ഈ അമ്മയാണ് കുരിശിൻ ചുവട്ടിൽ നിന്നത് ഈ പീഡനമെല്ലാം കണ്ടുകൊണ്ട്. ഈ അമ്മയാണ് പിന്നീട് ശിഷ്യന്മാരെ കൂടാരത്തിൽ ഒരുമിച്ച് സിഹിയോൻ മാളികയിൽ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി കൂട്ടി നിർത്തിയത്. അതേ, ക്ലേശകാലത്ത് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മഹത്വത്തിലും അവൻ നമ്മെ പങ്കുകാരാക്കും. നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളും പ്രയാസങ്ങളുമൊക്കെ വരുമ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം പ്രിയപ്പെട്ടവർ മറന്നു പോകാതിരിക്കുക. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് അത് ലഭിക്കും. കൂടെ ഇരുന്ന ഒരു കൂട്ടുകാരനോട്, ആത്മബന്ധമുള്ള ഒരാളിനോട്, ഒരപ്പൻ മകനോട്, മകളോട് പറയുന്നത് പോലെ കർത്താവ് പറയുന്നില്ലേ? നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, യു റിമെയിൻ ഇൻ മൈ ലവ് ആൻഡ് ഡു വാട്ട് ഐ കമാൻഡ് യു ടു ഡു. ഞാൻ പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുക, എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുക. ക്ലേശങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. യോബ് നമ്മെ വിട്ടുപോകാതിരിക്കട്ടെ, ക്ലേശം കൊണ്ടല്ല, അവൻ്റെ ദൈവബന്ധം കൊണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതം ദൂരെ മാറിപ്പോകാതിരിക്കട്ടെ, ക്ലേശം കണ്ട് ഭയപ്പെടുത്താനല്ല, ക്ലേശത്തിനപ്പുറത്ത് കാരുണ്യം കർത്താവിൻ്റേത് കാണിച്ചു തരാനാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ വത്സരത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. നമുക്ക് ഈ ഡെസ്റ്റിനേഷൻ ഒന്ന് കുറിച്ച് വയ്ക്കാം. എനിക്കെൻ്റെ കർത്താവിനെ കാണാൻ കഴിയുമോ? കഴിയും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ വാസസ്ഥലം നിങ്ങൾക്ക് ഞാൻ റിസർവ് ചെയ്തിരിക്കുന്നു. ഞാൻ എവിടെ ഇരിക്കുമോ നിങ്ങളും അവിടെ ഇരിക്കും. മഹത്വത്തിൽ പങ്കുകാരനാക്കുവാൻ ഇത്രയേറെ കാരുണ്യം കാണിക്കുന്ന ഒരു ദൈവം നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചതുപോലെ ചോദിക്കേണ്ടേ, ഇഫ് ഗോഡ് ഈസ് വിത്ത് us, ഹു ഈസ് അഗൻസ്റ്റ് us, ഹു ക്യാൻ ബി അഗൻസ്റ്റ് us? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? നമ്മുടെ പക്ഷത്തുള്ള ദൈവത്തെ തിരിച്ചറിയാൻ പുതിയ വർഷം നമ്മെ സഹായിക്കണം. പുതിയ വർഷം ഈ ഡെസ്റ്റിനേഷൻ നമ്മിൽ ഉറപ്പിക്കണം. ലോകം, നിങ്ങൾ ലോകത്തിലാണെങ്കിലും
ലോകത്തിൻ്റെതല്ല എന്ന് കർത്താവ് പറഞ്ഞത് പ്രിയപ്പെട്ട മക്കളെ മറക്കരുത്. ലോകത്തിൻ്റെതല്ല. യു ഡോണ്ട് ബിലോങ് ടു മീ ദോ യു ആർ ഇൻ ദ വേൾഡ്. നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല. പുതുവത്സരം ഏറ്റവും അനുഗ്രഹീതമാകാനും സന്തോഷഭരിതമാകാനും നമുക്ക് ഈ മേലുവിലാസം നമ്മുടെ മുറികളിൽ, മനസ്സിൻ്റെ ഭിത്തികളിൽ കുറിച്ച് വയ്ക്കാം. ഐ ഡോണ്ട് ബിലോങ് ടു ദിസ് വേൾഡ്. ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ കർത്താവിൻ്റെതാണ്. പുതിയ വത്സരം നിങ്ങളെ കൂടുതൽ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കരുണയുള്ള ദൈവമേ കർത്താവേ, പുതിയ വത്സരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്കാവശ്യമായ അവിടുത്തെ വലിയ സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുള്ള ഞങ്ങളുടെ ബന്ധം, ഞങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, ക്ലേശങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഞങ്ങൾ അങ്ങയെ അഭയപ്പെട്ട് ജീവിക്കണം എന്നുള്ള അവിടുത്തെ തീരുമാനം ഞങ്ങൾക്ക് അവസാനമായി എത്തിച്ചേരുവാനുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. അങ്ങാണ് ആദിയും അന്ത്യവും എന്ന്, അങ്ങാണ് ഭാഗ്യത്തിൻ്റെ തുടക്കവും പൂർത്തീകരണവും എന്ന്, മനുഷ്യജീവിതത്തിൻ്റെ മഹത്വം അങ്ങിൽ നിന്ന് ആരംഭിക്കുന്നത് അങ്ങിൽ തന്നെ പൂർത്തിയാകും എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മ കൃപയിൽ നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം എന്ന് ഈ വചനത്തിൻ്റെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഈ പ്രിയ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അവരാർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവരെയും ആരെയെല്ലാം കരുതുന്നുവോ അവരെയും അവിടുന്ന് നൽകി അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമെന്ന് യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പുതുവത്സരത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഞാൻ ശാലോമിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.